പ്രവർത്തകരെ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന ജനസമ്പർക്ക പരിപാടിയുടെ രണ്ടാം ഘട്ടം ഏറ്റവും വിജയകരമായി പൂർത്തീകരിച്ചതിന് ഈ ജില്ലയുടെ ചാർജുള്ള മന്ത്രി ശ്രീ വി.എസ്. ശിവകുമാറിനെയും ഈ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, എം.എൽ.എമാരും എം.പിയും അടക്കം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള കൗൺസിലർമാരും മെമ്പർമാരും അടക്കമുള്ള ജനപ്രതിനിധികളോടും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ ഉദ്യോഗസ്ഥരോടും പ്രത്യേകമായ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. വളരെ വിജയകരമായി, വളരെ ചിട്ടയോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. വെളുപ്പിനെ 5 മണി മുതൽ ഇവിടെ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാനും മറ്റും പോലീസ് നടത്തിയ ഇടപെടൽ, അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റത്തെ പ്രശംസനീയമായിട്ടുള്ള സംഗതികളാണ്. എല്ലാവർക്കും ഈ ഹാളിലേക്ക് കടന്നു വരാൻ, ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഈ ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വൻപിച്ച ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിലും ആളുകളുടെ പങ്കാളിത്തത്തിലും എല്ലാം അത് വലിയ വിജയമായിരുന്നു. ഇനി എല്ലാ കാര്യങ്ങളും ആശ്രയിക്കുന്നത് ഇനിയുള്ള തീരുമാനങ്ങളെ ആശ്രയിച്ചുകൂടിയാണ്. ഇവിടെ ശ്രീ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 7000-ൽ പരം പരാതികൾ ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ തീരുമാനം എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈ ജനസമ്പർക്ക പരിപാടിക്ക് മുമ്പ് കാണിച്ചതുപോലുള്ള ഉത്സാഹത്തോടുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ പരാതിയും അത് പരിശോധിക്കും, അതിന്മേൽ തീരുമാനമെടുക്കും. ആ തീരുമാനം ഗവൺമെന്റിന്റെ കൂടി അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കും. ജനസമ്പർക്ക പരിപാടിയുടെ പ്രവർത്തനം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയല്ല, ഇവിടെ തുടങ്ങുകയാണ്. എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ, എടുക്കാനുള്ള തീരുമാനങ്ങൾ ഇനി വേഗത്തിൽ എടുക്കാൻ, അതൊക്കെ നടപ്പിലാക്കാൻ. അതോടൊപ്പം ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള ആ നിരവധി ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവ സമ്പത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് എടുക്കേണ്ട നയങ്ങളും പരിപാടികളുമെല്ലാം, അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച എല്ലാവരോടും, മാധ്യമ പ്രവർത്തകരും രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഈ സമാപനത്തിൽ പങ്കെടുക്കുന്നത്. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അവസാനത്തെ പരാതിക്കാരനെയും കണ്ടതിന് ശേഷം മാത്രമേ എത്ര താമസിച്ചാലും പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവസാനത്തെ പരാതിക്കാരനെയും കണ്ടതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സംതൃപ്തി നിശ്ചയമായും തിരുവനന്തപുരത്തെ ഈ വൻപിച്ച പങ്കാളിത്തവും വലിയ വിജയവും നിശ്ചയമായും തുടർന്നുള്ള 13 ജില്ലകളിലെയും ബഹുജന സമ്പർക്കത്തിന് കൂടുതൽ ആവേശം പകരും. അതുകൊണ്ട്
തിരുവനന്തപുരം ജില്ലയ്ക്ക് എന്നും അഭിമാനിക്കാം. ഒരു നല്ല പരിപാടിക്ക് തുടക്കമിട്ട് അത് മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്ക വിധത്തിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് അഭിമാനിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.